നിന്റെ കെട്ടിയവനും നിന്റെ അമ്മായി അമ്മയും അഭിനയിച്ച ഒരു സിനിമയാണ്. പിന്നെ എല്ലാവരും സൂക്ഷിച്ച് നോക്കണം, എന്തെങ്കിലും കാണും. സിമിയെ സിമി സിമിയെ ഇവിടെ കിടന്നോണ്ടാ മിണ്ടതെ കിടക്കുന്നത്. വെച്ച് അങ്ങോട്ടൊന്ന് നീരടി ഒരു കാര്യം പറയട്ടെ. കണ്ട ഒരാൾ തടവി കൊടുക്കുന്നു, ഒരാളെ കെട്ടിപ്പിടിച്ചേക്കുന്നു. പിന്നെ എങ്ങനെ വിളിച്ച വിളിയേക്കുന്നു സുഖമായിട്ട് ഉറക്കമാണ്. എന്തോ തലയുടെ ഒരു കാര്യം പറയട്ടെ. സിനിമ നാളെ റിലീസ് ചെയ്യും. എമ്പുരാൻ. എമ്പുരാനോ? അതിനെന്തോ നമുക്ക് പോണം ബുക്ക് ചെയ്യാനേ. ഇതെന്തോ എന്നെ എവിടെങ്കിലും പോവാൻ വിളിച്ചാ വരാത്താക്ക സിനിമ കാണാൻ പോകത്തൊക്കെ ഇത് എന്തൊരു ആകാശം. എന്തോ ഓ അമ്മേ മോനും എമ്പുരാനകത്തോണ്ട് ഇപ്പൊ പോകുന്നില്ല. ഞാനില്ലല്ലോ ഇപ്പൊ പോകുന്നില്ല. നാളെ അമ്മ പോയി കാണാൻ വേണ്ടി വെച്ചേ. മമ്മിയുടെ മോനെ വിളി. നീ വിളി മോനെ വിളി. സിനിമ കാണാൻ മോണെങ്കിൽ മോനെ വിളി. മോനെ ഇരുന്ന് പറയുന്ന ഇരുന്ന്. ഇത് സത്യം എന്നെ നുള്ളിയായിരുന്നോ അമ്മേ? സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ പറയടി. നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ പിന്നെ സീറ്റ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. മോനെന്തി വിളി മോനെ വിളി. ഞാൻ വിളിച്ചു മോനെ. എന്റെ മോനെ വിളിക്കണോ മമ്മിയുടെ മോനെ വിളിക്കണോ? നിന്റെ ഭർത്താവിനെ വിളി. പിന്നെ കള്ളം വിളിയടി വെച്ചേ. വിളിക്ക ഇവിടെ ഉണ്ട്, ബാത്റൂമിൽ കുളിക്കുവാ. ഇപ്പൊ കുളിച്ച് ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് വരും. എന്നാലും പോയി ടിക്കറ്റ് പോയി എടുക്കട്ടെ. ബുക്ക് ചെയ്ത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. ബുക്ക് ചെയ്യാ ഇപ്പൊ പോകും. മമ്മി സമാധാനപ്പെട്ടിട്ട് എന്തോരം ആകാംക്ഷ. യോ നാളെ റിലീസ് ആവുന്നേ ഉള്ളൂ. അതല്ലേ കാണാൻ. പിന്നെ അമ്മച്ചി ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഇല്ലയോ? നമുക്ക് കാണാൻ പോവാ. നിന്റെ അമ്മച്ചി ഉണ്ട്, നിന്റെ ഡാഡി ഉണ്ട്. ഞാനെങ്ങും വരുന്നില്ല. നിങ്ങൾ പോയി ബുക്ക് ചെയ്ത് പോകും. മമ്മിയുടെ മോൻ വരട്ടെ. എനിക്കറിയത്തില്ല. വന്നിട്ട് പോയിട്ട് അവിടെ പോയി ക്യൂ ഒക്കെ നിക്കണം. മമ്മിയുടെ മോൻ പോട്ട് ക്യൂ നിൽക്കാതിരിക്കാനോ ഈ മുമ്പേ ബുക്ക് ചെയ്യുന്നത്. മമ്മിയല്ലേ മമ്മി മോനെ മോനെ എന്തോ മോനെ ഇങ്ങോട്ടൊന്നും ഒരു കാര്യം പറയട്ടടാ. ഒരുങ്ങാൻ സമ്മതിക്കത്തില്ല. നേരെ പോയി എത്ര നേരം കൊണ്ട് വിളിക്കും അവനെ. ഇതെന്തോ ഒരാള് ചലിച്ച ഞാൻ വിളിച്ചു ഉണർത്തിയാനാ. മോനെ മോനെ ഒരു കാര്യം പറയട്ടെ. നാളെ റിലീസ് ആവുക സിനിമ എമ്പുരാൻ സിനിമ. നാളെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യെങ്കിൽ നമുക്ക് പോയി കാണാം. ഇപ്പം തന്നെ ബുക്കിംഗ് എല്ലാവർക്കും ആയി കാണും. ക്യൂ നിൽക്കുന്നതിന് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നമുക്ക് കുശുമുണ്ടടാ കേട്ടോ. നമ്മളുള്ളതുകൊണ്ടാ കുശുമ്പിയ കുശുമ്പി. പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. മൊബൈലിനകത്ത് ഗൂഗിൾ ചെയ്യും. ഞാൻ ശമ്പളം കിട്ടട്ടെ, പെൻഷൻ കിട്ടട്ടെ, ഞാൻ തരാം നിങ്ങളുടെയൊക്കെ പൈസ. ഓ കുണുക്കുന്നു ഓരോരുത്തർ. ഓ ഞാൻ ഇതൊന്ന് കാണണമെന്നും പറഞ്ഞോണ്ടിരുന്നതാ. കയ്യെ പൈസ ഇല്ലാത്തോണ്ട് ഞാനിങ്ങനെ എന്താ നമ്മളെല്ലാരും കൂടെ പോയി കാണും. എല്ലാരും കൂടെ പോയി കാണും. അത് നമുക്ക് കുശുമ്പൊന്നുമില്ല. അത് അങ്ങനെ പറയുന്നല്ല. അവളില്ലാഞ്ഞോണ്ടാ. കുശുമ്പൊന്നും പറയണ്ട. സങ്കടം കാണും, അത്രേ ഉള്ളൂ. ഓക്കെ ടിക്കറ്റ് ഓക്കെയാ. പിന്നെന്തോ എന്റെ പൈസ ഇല്ലെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞേ. എന്തെങ്കിലും കാര്യത്തിന് പൈസ ഉണ്ടാവോ? ഇയാളത്ത് പിന്നെ വിചാരിച്ച എന്റെ ഫോണെന്നോ? ഞാൻ എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലയോ? ചെറിയതായിട്ട് അത്രേ ഉള്ളു. എന്ത് ഇത്ര നോക്കാനൊന്നുമില്ല. എന്ത് നോക്കുന്നേ? അങ്ങനല്ല, എന്റെ പൈസ ഇല്ലാഞ്ഞോണ്ട. അല്ലെങ്കിൽ ഞാൻ നിന്റെ ഫോൺ 1118 രൂപ 5 പേർക്ക് ടിക്കറ്റ് എടുത്തേന്. നമ്മളെല്ലാരും ഇല്ലയോ? കൊച്ചുങ്ങളില്ലയോ? പോപ്കോൺ വാങ്ങിക്കണ്ടേ, ഐസ്ക്രീം വാങ്ങിക്കണ്ടേ, ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിക്കണ്ടേ. അതെ, ഇതെല്ലാം കൂടെ ചേർത്ത് ചെയ്തതാ. അത്രേ ഉള്ളു. എടേ നമ്മുടെ സിനിമയല്ലയോ, നമുക്കൊന്ന് കാണണ്ടേ? എന്റെ പൊന്നെ പോയി കാണങ്ങ്. ഞാൻ എന്തോ വേണം? നീയും വരണം. കിടന്ന് ഉറങ്ങുവോ? നിന്റെ കെട്ടിയവനും
നിൻ്റെ അമ്മായി അമ്മ അഭിനയിച്ച ഒരു സിനിമയാണ്. പിന്നെ എല്ലാവരും സൂക്ഷിച്ച് നോക്കണം, എന്തെങ്കിലും കാണും. ഒന്നുമില്ല, എവിടോ അറ്റത്തിച്ചിരി ആയിക്കോട്ടെ, മോഹൻലാലിനെ നേരിട്ട് കാണാൻ പറ്റി, ഇന്ദ്രജിത്തിനെ നേരിട്ട് കാണാൻ പറ്റി, പൃഥ്വിരാജിനെ നേരിട്ട് കാണാൻ പറ്റി, ഷാജോണിനെ കാണാൻ പറ്റി. ഒന്ന് അറ്റത്ത് നിന്നേന് ഇത്ര സന്തോഷം വന്നിരുന്ന അഭിനയിക്കുവാണെങ്കിൽ എന്തോ ഞങ്ങൾ അഭിനയിച്ച പിന്നെ ആ മൂലയ്ക്ക് പോയി നിൽക്കോട്ട് കണ്ടില്ല ഈ സന്തോഷം ചിലപ്പോ നാളെ മമ്മി മമ്മി ഇത് തല നിറച്ച് പൊട്ടിത്തെറിക്കത്തൊക്കെ കുശുമ്പ കേട്ടോ. ഇത്രേ കുശുമ്പ്. അതെ അതെ, കാര്യം എന്തൊക്കെയായാലും ഉള്ള കാര്യം പറയാലോ. അല്ല, ഞാൻ കാര്യം പറയട്ടെ, ഇതിന് നിങ്ങളെ വിളിച്ചാരാ? ബാവചേട്ടൻ ഇട്ട് കൊടുക്കണം മുമ്പേ. എന്നെ മാത്രം ഉൾപ്പെടുത്താതെ നിങ്ങളെ രണ്ടുപേരെ മാത്രം ഉൾപ്പെടുത്തിയിരുന്നു. അല്ല, അത് കൊണ്ടൊന്നുമല്ല. അത്രയേ ഉള്ളു. എന്റെ ഭർത്താവ് എന്റെ അമ്മായിമ്മയും ഉണ്ടെന്ന് പറയാലോ. ട്രെയിലറിനകത്ത് കണ്ടപ്പോ നിനക്ക് സന്തോഷമല്ലായിരുന്നോ? നിനക്ക് എത്ര പേര് നീ എന്നെ വിളിച്ച്? എന്റെ പൊന്നെ, ഞാൻ ഇനി എങ്ങനെ ഇന്ന് രാത്രി ഒന്ന് കിടന്നുറങ്ങും? എന്നാലും സൂക്ഷിച്ച് നോക്കണം കേട്ടോ, എവിടാ കാണുന്നതെന്ന് അറിയത്തില്ല. ഒന്ന് ഇന്ദ്രയത്തിൻ്റെ കൂടെ ഉണ്ട് ഞാൻ, ക്യാമറ എടുക്കണം. മഴ പെയ്യുമ്പം മഴ എന്നാലും പറയണമല്ലോ, ചിലപ്പോൾ അറിയത്തില്ലല്ലോ എവിടാ നിൽക്കുന്നതെന്ന്. പിന്നെ മോഹൻലാലും ഷാജോണും വരുന്ന ആ സ്റ്റേജിലോട്ട് കയറി വരുന്നിടത്ത് ഞാനുണ്ട് കേട്ടോ. ഇതൊന്നും നാളെ കാണുമ്പോ അറിയത്തില്ല, നോക്കാം. അമ്മച്ചി ഉണ്ട്, അമ്മച്ചി കറക്റ്റായിട്ടൊരു ന്യൂസ് ഇങ്ങനെ കാണുന്നതായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഇത് കളയാതെ. അല്ല, ഞാൻ പറഞ്ഞ സൂക്ഷിച്ചു നോക്കണം, ചിലപ്പോ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാലോ, ഒന്ന് നോക്കിയേക്കണേ. എമ്പുരാൻ നമ്മൾ കാണുന്ന സൂക്ഷിച്ച് ആദ്യമായി ഒരു പടം കാണാൻ പോവാ, എവിടാണെന്ന് നമുക്ക് അറിയണം. ഇല്ലയോ മീ? ഇതെന്ത് ഇതില്ല പൊളവും കിടക്കുന്നതിനോട്ട് കിടക്കുന്നേ. ആസ്വദിച്ച് കിടക്കുക. അന്നേരം നാളെ നമ്മൾ എമ്പുരാൻ കാണാൻ പോകുന്നു. ഓക്കേ, കുഞ്ഞോളെ